ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹെയർ കെയർ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നത്. ഇതിൻ്റെ റിസൾട്ട് ലൈവ് റിസൾട്ടും കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അടിപൊളി റിസൾട്ടിനാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന സൂപ്പറായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂട്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ നിങ്ങളുടെ മുടി ഒരുപാട് ഹെയർ കെയർ ലവറായ ഒരു ചങ്കിനും കൂട്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഏത്തപ്പഴമാണ് കേട്ടോ. ഏത്തപ്പഴം ഇതുപോലെയുള്ള ഏത്തപ്പഴം എല്ലാവരും കളയാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ നമ്മുടെ വീട്ടിലെടുക്കുക. ഇത് ആരും കഴിക്കുന്നുണ്ടാവില്ല. ഇത്രയും കറുത്ത് പോയ ഏത്തപ്പഴം ആരെങ്കിലും കഴിക്കുമോ? ആരും കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് കത്തി കൊണ്ട് മുറിക്കാൻ നോക്കിയിട്ട് മുറിയുന്നില്ലായിരുന്നു കേട്ടോ. അത്രയും നന്നായിട്ട് അത് പഴുത്ത ആ തോലൊക്കെ മുറിഞ്ഞ് വരുന്നത് പോലും ഇല്ലായിരുന്നു കേട്ടോ. അത്രയും നല്ല രീതിയിൽ അത് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ബെസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എപ്പോഴും ഇതുപോലെ കളയാനുള്ളതൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ അത് തൽക്കാലത്തേക്ക് ഫ്രിഡ്ജിലേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അടിപൊളി സാധനമാണ് ഇത് കേട്ടോ. നമ്മളുടെ മുടിക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നല്ല രീതിയിൽ വളരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് മുടിക്ക് നല്ലൊരു സ്ട്രെയിറ്റ് ലുക്കും കൂടെ ഒക്കെ തരും കേട്ടോ. ഞാനത് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ അലവരയുടെ ഒരു ഫുൾ ലീഫ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും ഒക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് ലെങ്ത്തൊക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പാതിയൊക്കെ ഇത് രണ്ടും ഒരു പാതി വീതമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് ഫുള്ളായിട്ടും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ലീഫ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ ആ മഞ്ഞ ഫ്ലൂയിഡ് വരുന്ന എല്ലാം കളഞ്ഞ് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫാൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ അത്രയും വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുക്കണം. അത്രയും നല്ല ക്ലീൻ ആയിരിക്കണം അത് കേട്ടോ. ആ ഫ്ലൂയിഡൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും കൂടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് അരച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത 2 ഇൻഗ്രീഡിയൻറ്റ് കൂട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി എന്നിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ അധികമൊന്നും നമുക്ക് വേസ്റ്റ് ഒന്നും കാണില്ല കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ വൈറ്റമിൻ എ ടാബ്ലറ്റ് ആണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുക്കണം. നിങ്ങൾ 2 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ചേർക്കാനുണ്ട് കേട്ടോ. വൈറ്റമിൻ എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അത്രത്തോളം മുടിക്കും സ്കിന്നിനും ഒക്കെ ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ മുടിക്ക് എന്തായാലും ഉണ്ടാകും. നിങ്ങളുടെ സ്ട്രക്ചറിൽ തന്നെ ആ മുടിയിലെ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ ഒരു അടപ്പിന് ഒരു സ്പൂൺ ഉണ്ടാവും. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു 2 സ്പൂൺ വരെ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ തലയിൽ നല്ല രീതിയിൽ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും ചേർക്കാത്തത്. അപ്പോൾ ഈ ഒരു 4 ഇൻഗ്രീഡിയൻ്റാണ് നമ്മളുടെ ഇന്നത്തെ ഹെയർ പാക്കിൽ ഉള്ളത് കേട്ടോ. ഇത് ഒന്നുപോലും നിങ്ങൾ മിസ് ചെയ്യരുത്. അത്രയും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇത് 4 കൂടിയിട്ട് ഇപ്പോൾ ഓരോന്നും ചേരേണ്ടതായിട്ടുള്ള രീതിയിൽ ചേർത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ചുമ്മാ അല്ലെങ്കിൽ വാരിക്കോരി ചേർത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ ചേർക്കേണ്ടതായിട്ടുള്ള രീതിയിൽ ചേർത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഞാനിത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. നമ്മളുടെ മുടിയിലേക്ക് അത്രത്തോളം ഇത് അലിഞ്ഞ് പോകുമെന്നുള്ളതാണ് കണ്ടോ.
ഇത് നമ്മളുടെ മുടിയിലേക്ക് അത്രത്തോളം അലിഞ്ഞ് ചേരും. അത്രയും സോഫ്റ്റാണ് കേട്ടോ, അത്രയും ക്രീമിയാണിത്. നമുക്ക് വാഷ് ചെയ്ത് കളയാനൊക്കെ ഭയങ്കര ഈസിയാണ്, അത്രയും ഈസിയാണ് കേട്ടോ. നമുക്ക് സാധാരണ ഹെവി ആയിട്ടുള്ള ഇത് ഏത് റെയിനി സീസണിലായാലും പോലും നമുക്ക് വാഷ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനും ഒക്കത്തിന് ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാനിത് നല്ല രീതിയിൽ ഓയിൽ വെച്ചിട്ടുള്ള ഹെയറാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ഓയിൽ ഇതിലേക്ക് ചേർക്കാതിരുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും സമയം നിങ്ങൾക്ക് വെക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കോൾഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തുകൊണ്ടും വളരെ കുറഞ്ഞ സമയം നിങ്ങൾ വെച്ചാൽ മതിയാവും കേട്ടോ. നിങ്ങൾ ആദ്യം നമ്മളുടെ ഹെൽത്ത് നോക്കിയിട്ട് വേണം എന്തും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കാൽപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുടിയുടെ ലെങ്ത്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയുടെ ലെങ്ത്തിലേക്കും മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയുടെ ലെങ്ത്തും നല്ല സ്ട്രക്ചർ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് നമ്മളിത് സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. ഒരു വേവി ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്ട്രെയിറ്റ് ലുക്ക് കൊണ്ടുവരാനും ഒക്കെ ഭയങ്കര കേളി ആണെങ്കിൽ അത്രയും സ്ട്രെയിറ്റ് ലുക്ക് നമുക്ക് തരില്ല. എന്നാൽ വേവി ആയിട്ടുള്ള നോർമലായിട്ടുള്ള സാധാരണ ഹെയറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രെയിറ്റ് ലുക്ക് തരും കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്ത ഹെയറൊക്കെ ആണെന്ന് വെച്ചോ, അപ്പോൾ ഭയങ്കര ഷൈനി ആയിരിക്കും ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്കിത് അതിന് ശേഷം നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ റിസൾട്ടാണ് കേട്ടോ. ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു കേട്ടോ. മുടി നല്ല സ്ട്രോങ് ആയി, പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത്രയും ഫീൽ ചെയ്യും നമുക്ക് മുടിക്ക് കേട്ടോ. കുറച്ചൊരു സ്ട്രെയിറ്റ് ലുക്ക് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ, നല്ലൊരു സ്ട്രെയിറ്റ് ലുക്ക് എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങളിത് ഉപയോഗിച്ചിരിക്കണം. നല്ല അടിപൊളി ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇത് നമുക്കിങ്ങനെ മുടി കുലുകുലാന്നാവും കേട്ടോ, അത്രയും സോഫ്റ്റ് ആവും, അത്രയും ഹെൽത്തി ആവും മുടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയും കൂടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹെയർ കെയർ ലവറായ ഒരു ചങ്കിനും അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ക്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ.